Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഉരുളക്കിഴങ്ങ് ദം ബിരിയാണി എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് വിളിക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. കണ്ടോ, നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ ടേസ്റ്റി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ദം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ചെറിയ ബിരിയാണി അരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ അരി വേണമെങ്കിൽ വലിയ അരി എടുക്കാം കേട്ടോ. കണ്ടോ, ചെറിയ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. എനിക്കും ഹരിക്കും കൂടെ ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്കൊരു ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ഇട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഓൾറെഡി അരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഒന്ന് പകുതി മുക്കാലോളം കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. ബിരിയാണിക്ക് ഒരു കാരമലൈസ്ഡ് സവാള വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ വരും. അപ്പം ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നീളത്തിൽ മുറിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പം അത് റെഡിയായി. ഇനി ഞാൻ വീണ്ടും അതേ പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എണ്ണയും നെയ്യും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഒരു സവാളയുടെ പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം ബാക്കി സവാളയുടെ പകുതി നീളത്തിൽ മുറിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പട്ട, ചെറിയൊരു കഷ്ണം പട്ട, 1 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള ഒന്ന് സോഫ്റ്റായി വരണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അതാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പൊക്കെ പോയി. ഇതിലേക്ക് 1 പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഒരു കുഞ്ഞ് തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും കേട്ടോ. അപ്പം ഒരു കുഞ്ഞ് തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മസാലയ്ക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് മസാലയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മാത്രമല്ല നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ക്യാരറ്റും ബീൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അല്ലെങ്കിൽ ചെറിയ ക്യാരറ്റായാലും മതി. ക്യാരറ്റ് ഒരുപാട് മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ ക്യാരറ്റായാലും മതി. അപ്പം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ബീൻസ് ഒരു 8-10 ബീൻസ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ആ മസാലയിലെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, അതേമാതിരി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മസാല നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിൻ്റെ പച്ചപ്പ് ഒന്ന് പോകണം. അപ്പം ഇനി വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി വേണം. ഞാനിപ്പോൾ ഉണങ്ങിയ പച്ചപ്പട്ടാണി ഏകദേശം ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. എന്നിട്ട് കുക്കറിൽ 1 വിസിലിന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊന്ന് വേവാനും കറക്റ്റായിരിക്കും. അപ്പം ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്
വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വെന്ത് വരും. അതേമാതിരി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ മസാല റെഡിയായി. അപ്പം റെഡിയായി അവസാനിക്കുന്നതിന് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചൂടാകുമ്പോഴേക്കും ഇതിൻ്റെ കൂട്ട് കറക്റ്റായിരിക്കും. ചെറിയൊരു പുളിയും ഒക്കെ വരും ഈ ഒരു മസാല അതിലേക്ക്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മസാലയിലേക്ക്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതാണ്. ഓക്കെ, ഇനി നമുക്ക് ദം ലെയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ എടുത്തു. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചോറ് വേവിച്ചത് ആദ്യത്തെ ലെയർ പകുതി ഞാൻ ചോറ് ലെയർ ചെയ്യണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ എല്ലാവിടേക്കും. പകുതി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി അടുത്ത ലെയർ നമ്മുടെ മസാല, അതിൻ്റെയും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ പകുതി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവിടേക്കും ചോറിൻ്റെ മേലെയായിട്ട്. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച സവാള, അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഷായിട്ട് അരിഞ്ഞ മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. അതും ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ്. ഞാനിവിടെ ഏകദേശം 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലിൽ കുങ്കുമപ്പൂ, ഒരു നുള്ളു കുങ്കുമപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിപ്പോൾ ചെയ്തതെല്ലാം സെക്കൻഡ് ലെയറും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ചോറ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മസാല സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാല ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാരമലൈസ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്ത പാല് അതും ഒഴിച്ചു കൊടുത്തു. അവസാനമായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവസാനമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ടൈറ്റ് ലിഡാണ്. ഈ പാനിൻ്റെ ഇതിൻ്റെ തന്നെ ലിഡാണ്. നല്ല ടൈറ്റായിട്ടിരിക്കും. അതുകൊണ്ട് ദം ചെയ്തെടുക്കാൻ കറക്റ്റായിരിക്കും. കറക്റ്റായിട്ടുള്ള ലിഡ് ഇല്ലെങ്കിൽ ഒരു ഫോയിലുണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് വയ്ക്കാം. അപ്പം എൻ്റെ കറക്റ്റ് ലിഡ് ആയതുകൊണ്ട് ആവി അത്ര പോവില്ല. അപ്പം ഏകദേശം ഞാനൊരു 10 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വെക്കാൻ പോവുകയാണ്. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കുക. പാത്രം ഒന്ന് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കണം. അങ്ങനെ 10 മിനിറ്റ് വെച്ചു. ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ജസ്റ്റ് ആ മസാലയൊക്കെ എല്ലാവിടേക്കും ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ കുഴഞ്ഞ പോലെ ഇരിക്കും. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും കേട്ടോ കൺസിസ്റ്റൻസി. നമുക്ക് നല്ല എല്ലാ ചോറും എല്ലാം നല്ല ടേസ്റ്റായിട്ട് ഇരിക്കും. ഞാൻ സെർവ് ചെയ്തത് കുറച്ച് നമ്മുടെ സാലഡും കുറച്ച് അച്ചാറും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കാരമലൈസ്ഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി അല്ലേ ഒരു ഉരുളക്കിഴങ്ങ് ബിരിയാണി, ദം ബിരിയാണി. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.